നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷനാണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ലാസ്റ്റ് പോർഷനാണിത്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഹീറ്റ് എ ചൈന ഡിഷ് കണ്ടെയ്നിങ് അബൌട്ട് 1 gram കോപ്പർ പൗഡർ. ഇതാണൊരു ചൈന ഡിഷ്. അതിനകത്ത് 1 gram കോപ്പർ പൗഡർ ഉണ്ട്. നന്നായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുവാണ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ദ സർഫസ് ഓഫ് കോപ്പർ പൗഡർ ബിക്കം കോട്ടഡ് വിത്ത് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ്. നമ്മളിത് ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ബ്രൗണിഷ് കളറാണ് കോപ്പറിൻ്റെ കളറ്. പക്ഷേ ആഫ്റ്റർ ഹീറ്റിംഗ് അത് ബ്ലാക്ക് കളറായിട്ട് മാറും. ബിക്കോസ് അവിടെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് കോപ്പർ ഓക്സൈഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് ബിക്കോസ് ഓക്സിജൻ ഈസ് ആഡഡ് ടു കോപ്പർ ആൻഡ് കോപ്പർ ഓക്സൈഡ് ഈസ് ഫോംഡ്. അവിടെ നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്തിട്ട് കോപ്പർ ഓക്സൈഡായിട്ട് മാറുന്നതാണ് അവിടുത്തെ ഒരു അവിടെ സംഭവിക്കുന്നത്. ഇവിടെ കോപ്പർ Cu മീൻസ് കോപ്പർ പ്ലസ് ഓക്സിജൻ, അവിടെ ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് CuO കോപ്പർ ഓക്സൈഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. If hydrogen gas is passed over this heated material, the black coating on surface turns brown as the reverse reaction takes place and copper is obtained. ഇനി നമുക്ക് ഈ കോപ്പർ ഓക്സൈഡിനെ തിരിച്ച് കോപ്പറാക്കി മാറ്റാൻ പറ്റും. സെയിം പ്രോസസ്സ്, ഹീറ്റ് ചെയ്യുക, പക്ഷേ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് കൂടെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോപ്പർ ഓക്സൈഡിലെ ഓക്സിജൻ മാറി കോപ്പറായിട്ട് മാറും. ഹൈഡ്രജനും ഓക്സിജനും കൂടെ H2O വാട്ടറായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇഫ് സബ്സ്റ്റൻസ് ഗെയിൻ ഓക്സിജൻ ഡ്യൂറിങ് എ റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ നമ്മൾ ഫസ്റ്റ് കണ്ടത് കോപ്പർ മെറ്റൽ ഓക്സിജനെ സ്വീകരിച്ചു. ഗെയിൻ ചെയ്യുക മീൻസ് ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ ഓക്സൈഡായിട്ട് മാറുന്നു. സെക്കൻഡ് റിയാക്ഷൻ നമ്മൾ ഹൈഡ്രജനുമായിട്ട് ഹീറ്റ് ചെയ്ത സമയത്ത് കോപ്പർ ഓക്സൈഡ് ഓക്സിജനെ കളഞ്ഞിട്ട് Cu ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇഫ് എ സബ്സ്റ്റൻസ് ഗെയിൻ ഓക്സിജൻ ഡ്യൂറിങ് എ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ സമയത്ത് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഓക്സിജനെ വാങ്ങുവാണ്, സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓക്സിഡൈസ്ഡ് ആയി എന്ന് പറയും. ഇറ്റ് ഈസ് സെഡ് ടു ബി ഓക്സിഡൈസ്ഡ്. ആൻഡ് ഇഫ് എ സബ്സ്റ്റൻസ് ലോസസ് ഓക്സിജൻ ഡ്യൂറിങ് എ റിയാക്ഷൻ, ഇനി ഒരു സബ്സ്റ്റൻസ് ഓക്സിജൻ നഷ്ടപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ റെഡ്യൂസ്ഡ് ആയി എന്ന് പറയും. റെഡ്യൂസ്ഡ് ആയി എന്നാണ് പറയുന്നത്. In this reaction, the copper oxide is losing oxygen and is being reduced. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ 1.29, അതായത് ഹൈഡ്രജൻ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. Cu ആയിട്ടാണ് മാറുന്നത്, വിച്ച് മീൻസ് ഓക്സിജനെ അത് ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്സിജനെ മാറ്റിയിട്ട് അത് കോപ്പർ മെറ്റലായിട്ട് മാറി. സോ നമ്മൾ അവിടെ റിഡക്ഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് എന്നാണ് പറയുന്നത്. During reaction 1.29, the copper oxide is losing oxygen and is being reduced. Hydrogen is gaining oxygen and is being oxidized. അപ്പോൾ കോപ്പർ നഷ്ടപ്പെടുത്തിയ ഓക്സിജൻ ഹൈഡ്രജൻ ആണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് ഹൈഡ്രജൻ അവിടെ H2O വാട്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ പറയാം, അവിടെ റിഡക്ഷൻ സംഭവിച്ചത് കോപ്പറിനും ഓക്സിഡേഷൻ സംഭവിച്ചത് ഹൈഡ്രജനുമാണ്. In other words, one reactant gets oxidized while the other gets reduced during a reaction. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ കൂടെ റിയാക്ട് ചെയ്യുന്ന ആരാണോ അവർക്ക് റിഡക്ഷൻ സംഭവിക്കും. സോ നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ ഒരുമിച്ച് നടക്കുന്ന പ്രോസസ്സായിട്ട് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ഒരുമിച്ച് അതിനെ റിഡോക്സ് എന്ന് വിളിക്കാം. റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ചുള്ളത് കൊണ്ട് റിഡോക്സ് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ കണ്ടോ, Cu ആയിട്ട് മാറുന്നു. സോ റിഡക്ഷൻ. H2O ആയിട്ട് മാറുമ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. മറ്റ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ എക്സാമ്പിളാണ് സിങ്ക് ഓക്സൈഡും കോപ്പറും. സിങ്ക് ഓക്സൈഡ് ഓക്സിജനെ വിട്ട് കളയുന്നുണ്ട്, ലോസ് ഓഫ് ഓക്സിജൻ ആൻഡ് ഇറ്റ് ബിക്കം സിങ്ക്. ആണെങ്കിലോ കാർബൺ ഓക്സിജനെ സ്വീകരിച്ച് CO ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ മാംഗനീസ് ഓക്സൈഡും HCl MnO2 MnCl ആയിട്ട് മാറുന്നു. ദെൻ HCl H2O ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻസ്, ഒരിടത്ത് ഓക്സിജൻ ഒരാൾക്ക് നഷ്ടപ്പെടുമ്പോൾ മറ്റേ ആൾ ഗെയിൻ ചെയ്യുന്നതിനെയാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2-3 എക്സാമ്പിൾസ് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ മേളിൽ കാണിച്ച റിയാക്ഷൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആദ്യത്തെ ഇക്വേഷനിൽ കാർബൺ ഓക്സിഡൈസ് ടു CO, കാർബൺ CO ആയിട്ട് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറുന്നു. സിങ്ക് ഓക്സൈഡിലേക്ക് റിഡക്ഷൻ സംഭവിച്ചു, അതായത് ഓക്സിജനെ അത് ലോസ് ചെയ്തിട്ട് സിങ്ക് ആയിട്ട് മാറുന്നുണ്ട്. സെക്കൻഡ് ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, HCl ഈസ് ഓക്സിഡൈസ് ടു ക്ലോറിൻ whereas MnO2 റെഡ്യൂസ് ടു MnCl2. അപ്പോൾ
നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റും, സബ്സ്റ്റൻസ് ഗെയിൻ ഓക്സിജൻ ഓർ ലോസ് ഹൈഡ്രജൻ. നമുക്ക് ഓക്സിജൻ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചതെങ്കിലും ഇനി ഹൈഡ്രജൻ വെച്ചുള്ള ഒരു എന്താണ് ഡെഫിനിഷൻ നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇഫ് എ സബ്സ്റ്റൻസ് ഗെയിൻ ഓക്സിജൻ ഓർ ലോസ് ഹൈഡ്രജൻ. ഒരു സബ്സ്റ്റൻസ് ഒന്നുകിൽ ഓക്സിജനെ വാങ്ങുക അല്ലെങ്കിൽ ലോസ് ഹൈഡ്രജനെ വിട്ടുകൊടുക്കുക, അതാണ് ഇത് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി തിരിച്ച് സബ്സ്റ്റൻസ് ഒന്നുകിൽ ഓക്സിജനെ കളയുക, ലോസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഗെയിൻ ഹൈഡ്രജൻ, അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ്. ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വരുന്ന പോർഷനാണ് കൊറോഷൻ എന്ന് പറയുന്നത്. കൊറോഷൻ ഓൾറെഡി അറിയാവുന്നതായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും കൊറോഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് അയൺ ആർട്ടിക്കിൾസ്, അതായത് നമ്മുടെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനം, ഒരു അയൺ റോഡോ എന്തെങ്കിലും ആവട്ടെ, അയണിൻ്റെ യൂട്ടൻസിൽസോ എന്തെങ്കിലും നമ്മൾ ആദ്യം വാങ്ങുന്ന സമയത്തുള്ള തിളക്കം ആയിരിക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഷൈനി അപ്പിയറൻസ് മാറി അത് റെഡിഷ് ബ്രൗൺ പൗഡർ പോലെ അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ കളറിലോട്ട് അത് മാറുന്നു. നമ്മളതിനെ തുരുമ്പെടുത്ത് പോവുക, റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് നമ്മളിതിനെ പറയാറുണ്ട്. സം അതർ മെറ്റൽ ഓൾസോ ഗെറ്റ് ടാണിഷ്ഡ് ഇൻ ദിസ് മാനർ. മറ്റ് മെറ്റൽസും ഉണ്ട്. ഇതിപ്പം അയണിൻ്റെ കാര്യം, ഇരുമ്പാണെന്നുണ്ടെങ്കിൽ തുരുമ്പെടുത്ത് പോവുക എന്ന് നമ്മൾ പറയാറുണ്ട്, വിച്ച് മീൻസ് അത് കൊറോഡായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും റസ്റ്റിംഗ് ഓഫ് അയൺ എന്നൊക്കെ പറയാം. അയൺ മാത്രമല്ല, നമ്മൾ സിൽവർ ആയിക്കോട്ടെ അലുമിനിയം ആയിക്കോട്ടെ, ഇപ്പം എന്താണെന്നുണ്ടെങ്കിലും മെറ്റൽ പുതുമയോടെ ഇരിക്കുമ്പോൾ ഇറ്റ് ഹാവ് എ ഷൈനി അപ്പിയറൻസ്. പക്ഷേ കാലം കഴിയും തോറും അതിൻ്റെ ആ ഒരു ഷൈനി അപ്പിയറൻസ് കുറയും, because it is due to corrosion. When a metal is attacked by substance around its moisture, acid, etc., it is said to be corrode, and this process is called corrosion. അപ്പോൾ ഇതിൻ്റെ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്ന് പറയുന്നത്, ഒരു മെറ്റൽ അതിന് ചുറ്റും മോയ്സ്ചേഴ്സ് കാണും, അസിഡിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കാണും, അങ്ങനെയുള്ള എയർ കാണും, അങ്ങനെയുള്ള ഒത്തിരി മെറ്റീരിയൽസ് ആയിട്ട് സറൗണ്ടഡ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് അവിടെ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ പഴയ ആ ഒരു തിളക്കം നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൊറോഷൻ സംഭവിച്ചു എന്ന് പറയാം. ഇപ്പോൾ സിൽവറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിൽവറിൽ ബ്ലാക്ക് കോട്ടിങ് വരിക, സിൽവർ കറുത്തു പോവുക, മങ്ങിപ്പോവുക. അതുപോലെ തന്നെ കോപ്പർ വെസൽസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഗ്രീൻ കളർ, നമ്മളെ മോസസ് പോലെ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ പറ്റിപ്പിടിച്ചിരിക്കും, പായൽ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ എക്സാമ്പിൾ ഓഫ് കൊറോഷനാണ്. Corrosion causes damage to car bodies, bridges, iron railings, ships and all objects made of metals. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാ സാധനങ്ങളും, ബ്രിഡ്ജ് ആകട്ടെ, ബിൽഡിംഗ് ആകട്ടെ, കാർ, എന്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊറോഷൻ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചീത്തയായി പോകും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. സോ കൊറോഷൻ ഓഫ് അയൺ ഈസ് എ സീരിയസ് പ്രോബ്ലം. ഈ കൊറോഷൻ ഓഫ് അയൺ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ഇപ്പോൾ ഷിപ്പ്, ബ്രിഡ്ജ്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ, അതായത് നമ്മൾ എല്ലാ പബ്ലിക് യൂസ് ചെയ്യുന്ന ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക് യൂസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇറ്റ്സ് റിലേറ്റഡ് ടു അയൺ ഓർ മെറ്റൽ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും കൊറോഷൻ അടുപ്പിച്ച് സംഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ലോസ് ഓഫ് മണി, ഒത്തിരി മണി ലോസ് ഉണ്ടാകാറുണ്ട്. സോ നമ്മൾ കൊറോഷനെ കുറിച്ച് തേർഡ് ചാപ്റ്ററിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ കൊറോഷനെ തടയുന്നത് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയൊക്കെ കൊറോഷൻ വരാതെ നോക്കാം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേർഡ് ചാപ്റ്ററിലായിരിക്കും കൂടുതൽ പഠിക്കുന്നത്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊറോഷൻ എന്ന് പറയുന്നത് അത് ഫെയ്ഡിങ് ഓഫ് അല്ലെങ്കിൽ റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൊറോഷൻ. അല്ലെങ്കിൽ പഴയ ഒരു ഷൈനിങ് എഫക്റ്റ് മാറി മെറ്റൽസ് എല്ലാം അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചറും എയറുമായിട്ട് റിയാക്ട് ചെയ്ത് വേറൊരു ഫോമിലോട്ട് മാറുന്നതിനെയാണ് കൊറോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റാൻസിഡിറ്റി. ലാസ്റ്റ് പോർഷൻ റാൻസിഡിറ്റി ആണ്. നമുക്ക് നമ്മൾ പാക്കറ്റ് ഫുഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, പാക്കറ്റ് ഫുഡ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്കറിയാം ലോങ് ഷെൽഫ് ലൈഫ് ആവശ്യമാണ്. ഇപ്പോൾ മിക്കതും ഓയിലുമായിട്ട് അല്ലെങ്കിൽ ഫാറ്റ്, ഓയിലൊക്കെ കണ്ടൻ്റുള്ള ഫുഡ് മെറ്റീരിയൽസ് ആയിരിക്കും. ഇത് നമ്മൾ കുറേ നാളത്തേക്ക് ഡ്യൂറേഷനിലേക്ക് നമ്മൾ വച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. സോ ടു അവോയ്ഡ് ദാറ്റ്, കാരണം നമുക്ക് ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സർട്ടൻ ഗ്യാസസ് ഇതിനകത്ത് ഫില്ല് ചെയ്യും. അപ്പോൾ ഈ റാൻസിഡിറ്റി സംതിങ് റിലേറ്റഡ് ടു ദാറ്റ് നമുക്ക് നോക്കാം.
When fats and oils are oxidized, they become rancid and their smell and taste changes. അപ്പോൾ നമ്മൾ ഓയിൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പാക്കറ്റ് ഫുഡ് ആകട്ടെ എന്ത് ഫുഡ് ആണെങ്കിലും വാട്ട് എവർ ബി ദ ഫുഡ് നമുക്കറിയാം ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും. പ്രത്യേകിച്ച് പാക്കറ്റ് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓയിലി ഫുഡ് ആണെന്നുണ്ടെങ്കിൽ വറുത്തതായിട്ടുള്ളൊക്കെ ചിപ്സ് പോലത്തെ ഫുഡാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാൾ തുറന്നു വെച്ചേക്കുകയോ അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ ഉള്ള കണ്ടെയ്നറിലൊക്കെ സൂക്ഷിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് മാറും. അതിനെയാണ് റാൻസിഡ് ആവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാൻസിഡിറ്റി എന്ന് പറയുന്നത്. Usually substance which prevent oxidation, antioxidants are added to food containing fats and oil. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് വിച്ച് പ്രിവെൻറ്റ് ഓക്സിഡേഷൻ ആർ ആഡഡ് ടു ഫുഡ് കണ്ടെയ്നിങ് ഫാറ്റ്സ് ആൻഡ് ഓയിൽ. ഇപ്പോൾ ഈ ഫാറ്റ് ഓയിലൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഫുഡ് മെറ്റീരിയൽസിൽ ഈ ഓക്സിഡേഷൻ നടക്കാതിരിക്കും, ശരിക്കും എയറുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നുണ്ട്. കീപ്പിംഗ് ഫുഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ ഹെൽപ്പ് ടു സ്ലോ ഡൗൺ ഓക്സിഡേഷൻ. അപ്പോൾ ഈ ഓക്സിഡേഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ നമുക്ക് ഫുള്ളി തടയാൻ പറ്റില്ല. സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിറയ്ക്കുക. അത് ഒരു നല്ലൊരു ഐഡിയ ആണ്. ദെൻ ഡു യു നോ ദാറ്റ് ചിപ്സ് മാനുഫാക്ചേഴ്സ് യൂഷ്വലി ഫ്ലഷ് ബാഗ് ഓഫ് ചിപ്സ് വിത്ത് ഗ്യാസ് സച്ച് ആസ് നൈട്രജൻ ടു പ്രിവെൻറ്റ് ദ ചിപ്സ് ഫ്രം ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഇനി പറഞ്ഞിട്ടുള്ള ചിപ്സ് പോലുള്ള ഐറ്റംസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിപ്സ് പോലുള്ള ഐറ്റംസിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നൈട്രജൻ പോലുള്ള ഗ്യാസസ് നമ്മൾ ഫ്ലഷ് ചെയ്ത് കയറ്റാറുണ്ട്. അതായത് ഫോഴ്സ്ഫുള്ളി നമ്മൾ അതിനകത്ത് കയറ്റി, നമുക്ക് പാക്കറ്റ് ഫുഡ് മേടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് എയർ ആയിരിക്കും. ആ എയർ എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ റാൻസിഡിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഫില്ല് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗ്യാസസ് ആണ് ഇത്തരം ഗ്യാസസ്. പൊതുവേ നൈട്രജൻ ആണ് യൂസ് ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് ദ റാൻസിഡിറ്റി. സോ ദ ലാസ്റ്റ് പോർഷൻ ആയിരുന്നു റാൻസിഡിറ്റിയും കൊറോഷനും. ഹോപ്പ്ഫുള്ളി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കവറപ്പ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വി വിൽ ഡിസ്കസ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. കംപ്ലീറ്റ് സെഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.